ഡ്രസ്സ് കൊടുക്കുന്ന ആളോ അതാണോ എന്റെ കുപ്പായെല്ലാം മാറ്റി പറഞ്ഞു. ഞാൻ എന്റെ കുപ്പായെല്ലാം ഞാൻ കോസ്റ്റ്യൂമർ നമുക്ക് അത്ര പേര് വലിയ പിടുത്തം കിട്ടിയില്ല. അയാൾ സിനിമയിൽ പോകുമ്പോൾ പിന്നെ മനസ്സിലായി. അയാൾ എനിക്ക് ലുങ്കിയും ഒരു ഷർട്ടും തന്ന അടമൂലക്ക്. ഞാൻ എന്ത് പരിപാടി അവിടെ നടക്കുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്, സംഭവം ഉണ്ട്, ആൾക്കാർ ചിരിക്കുന്നുണ്ട്, കട്ട് ചെയ്യുന്നതിന് സംഭവം ചെയ്തു. അപ്പൊ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഒരു എന്തേ ഞാൻ അഭിനയിച്ചോളാം, അതല്ല ഞാൻ ആർട്ട് ഡയറക്ടറാണ്. ഓ ശരി, താങ്ക് യു എന്നാ നിങ്ങൾ ഈ സാധനം നിങ്ങൾ തലമുറ വലിയ ചാക്ക് കിട്ടാൻ തലമ വെച്ചത്. ഞാൻ ഇതെന്തിനാണ്? ഇതാണ് പ്രോപ്പർട്ടി. ആ സാധനമാണ് ഇത്. പ്രോപ്പർട്ടി പറഞ്ഞ ഒരു സാധനം നമ്മൾ അഭിനയിക്കുമ്പോൾ ഒരു സാധനം വേണം. അതൊക്കെ യാത്രക്കാരിലേക്ക് അതാണ് സാധനം. ഓ പ്രോപ്പർട്ടി. ഇപ്പൊ അതും മനസ്സിലായി, രണ്ട് കാര്യം മനസ്സിലായി. ഇനി നിങ്ങൾ അഭിനയിക്കുക വേണ്ടു പറഞ്ഞു മറ്റുള്ളവർ. ഓക്കെ, ഞാൻ സൈഡിൽ നിന്നും ആക്ഷൻ പറയുമ്പോ തന്നെ വന്ന് പോയിട്ട് ചെയ്തോളണേ, അല്ലെങ്കിൽ ഡയറക്റ്റ് എന്റെ 27 വന്നിട്ടാ മൂപ്പർ ആളങ്ങനെ തൊപ്പിയിട്ടിരിക്കുന്നുണ്ട്. അയാൾ കണ്ടു, അയാൾ എന്നെ നോക്കി ക്യാമറ ആരും മൈൻഡ് ചെയ്യില്ല, എന്താ പറയുന്ന ആർക്കറിയില്ല. ഞാൻ അങ്ങാടെ നിന്നു. അപ്പം ഇങ്ങനെ കൈകൊണ്ടാക്കിയത് ആക്ഷൻ പറയുമ്പോൾ ഇപ്പം വരേണ്ട നിങ്ങളാണ്. അപ്പൊ ഒരാൾ വന്ന് പോകുന്നുണ്ട്, പലരും പറഞ്ഞിട്ട് പോകുന്നുണ്ട് എളുപ്പമുണ്ടതിന്. അപ്പം നിയാസ് ബക്കറാണ് കൗണ്ടറിൽ. അയാൾ പറയുന്നുണ്ട് വൈറ്റിലേക്ക് പോകുന്ന ബസ് 10 പുറപ്പെടുന്നതാണ്, അരൂരിലേക്ക് പോകുന്ന ബസ് സ്റ്റാൻഡ് വിട്ട് പോകുന്നത്, അങ്ങനെ പറയുമല്ലോ സാധാരണ. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വന്ന് പോകുന്നു. അതിൻ്റെ ഇടയിൽ എന്നോടും വന്നു ആക്ഷൻ. അപ്പോൾ ഞാൻ വേഗം വന്ന് മൂപ്പറുണ്ട് എന്നെ നോക്കുന്നത്. എവിടെയാണ് പോണ്ടത്? എനിക്ക് തൊണ്ടയിൽ വെള്ളം പറ്റി പോയി, ഒന്നും പറയാൻ പറ്റില്ല. എടി പോട്ടെ. അപ്പൊ ഞാൻ പോണം. എവിടെ ഉണ്ട്? വേടെടുക്ക പതിയെടുക്ക ബന്തെടുക്ക വടിയെടുക്ക കൊടുക്കാൻ ചെല്ല ബസ് അങ്ങോട്ട് കായ്ക്കൊലിപ്പിച്ച് സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കട്ട് ലൈറ്റ് ഓഫ്, കംപ്ലീറ്റ് ഓഫ് ആണ്. എന്താണ് നിങ്ങൾ ആളെല്ലാം നോക്കുന്നത്? ക്യാമറമാൻ ഏതാണ് സാധനം? കാരണം മലയാളം നമ്മുടെ ശൈലി ഒരു സിനിമയിലോ അല്ല സീരിയലിലോ വരാത്തൊരു 10 വർഷം മുമ്പെയാണ്. എന്താണ് നിങ്ങൾ പറഞ്ഞേ? അപ്പം ഞാൻ ഈ വേടെടുക്ക പതിയെടുക്ക ബന്തെടുക്ക നമ്മുടെ നാട്ടിലെ സ്ഥലമാണ്. എന്ത് അങ്ങനത്തെ സ്ഥലം ഉണ്ടോ? ഉണ്ട്. പിന്നെന്താണ് വേറെന്താ പറഞ്ഞേ? വട്ടിയെടുക്ക കൊടുക്ക, അതുണ്ടോ? സത്യം പറഞ്ഞ അങ്ങനത്തെ സ്ഥലമില്ല. ഞാൻ എന്റെ എന്തോ ഇങ്ങനെ പറയുമ്പോ പറഞ്ഞു പോയതാ. വട്ടിയെടുക്ക വേടെടുക്ക പതിയെടുക്ക ബന്തെടുക്ക വട്ടിയെടുക്ക കൊടുക്കാന്ന് പറഞ്ഞാൽ അന്നേരം കിട്ടല്ലേ. ഇപ്പം പറയുന്ന പല കോമഡി അങ്ങനെ വരുന്ന കുറെ സാധനം ഉണ്ടേ. അത് തമാശ ഒരു സ്ക്രിപ്റ്റിലൊന്നും ഉണ്ടാവില്ല. അപ്പൊ എല്ലാരും അങ്ങനെയാണ്, അങ്ങനെ വരുന്ന. അത് വേണ്ട. ഓ താങ്ക് യു, ഞാൻ സന്തോഷമായി. കാരണം പോവാലപ്പാ, ശ്വാസം നേരമുള്ളൂ. ഓ ശരി സാറേ, നമുക്കിത് പറ്റൂല. ഓക്കെ താങ്ക് യു. ഞാനും പോകുമ്പോ നിയാസ് വിളിച്ചു, വാ എന്താണ് നിങ്ങൾ എവിടെയാണ്? അപ്പൊ ഞാൻ പറഞ്ഞു ഞാനേ കാസർഗോഡാണ്, നമ്മളെ ഭാഷ ശൈലി ഇതാണ്, വേറെ വർത്താനം പറയാൻ അറിയില്ല, അങ്ങനത്തെ ഒരു വേറെ രീതിയൊന്നും എനിക്ക് അറിയില്ല. അല്ല ഇവൻ പറയട്ടെ, അത് നോക്കിയിട്ട് നമുക്ക് വേണം കട്ട് ചെയ്ത് വെക്കാം. അങ്ങനെ നിയാസ്ക പറഞ്ഞു വീണ്ടും ഒന്നും കൂടെ ചെയ്യാൻ വേണ്ടി. അങ്ങനെയാണ് ആ സാധനം വന്നത്. ആ സാധനം വന്ന് ഞാൻ വേഗം അവിടെ പോയി. പക്ഷെ ഇത് ആൾക്കാരൊക്കെ ഭയങ്കര എന്റർടൈൻമെന്റ് ചെയ്തു. ആൾക്കാർ പറഞ്ഞത് ഭയങ്കര രസമുണ്ട്, പിന്നെ അത് വരട്ടെ, അയാളെ വീണ്ടും വരട്ടെ പറയുമ്പോൾ ഈ കമന്റ് ഒക്കെ വന്നു. യൂട്യൂബിൽ കമന്റ് ഒക്കെ നമുക്ക് നോക്കലൊന്നുമില്ല, എനിക്ക് അറിയേയില്ല. അടുത്ത കാലത്താണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവും അല്ല. അങ്ങനെ വീണ്ടും കുഞ്ഞു വേഷം ജോലി തുടങ്ങി. ഉണ്ണി എന്ന് പറഞ്ഞ കഥാപാത്രം, നിങ്ങൾ കാണുന്ന പല തമാശകൾ കാണുന്ന ഉണ്ണി എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ട് എഴുത്തുകാർ എഴുതാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങി ഇപ്പൊ നിങ്ങൾ കണ്ടത് 2020 സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം മികച്ച ഹാസ്യതാരം എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് അവാർഡ് എന്നെ തേടി വന്നു. ഒരിക്കലും അവാർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അമ്മ ഇപ്പം പറയും നീ കളിക്കുന്നത്, നീ എന്ത് നാളെ പോയി ചെയ്യുന്നത്, നീ ഇവിടുന്ന് എന്നോട് പറയുന്നതല്ലേ അവിടെ ചെയ്യുന്നത്. അമ്മ അത്രയും വേണ്ടു അതേ വേണ്ടു അവിടെ പറയുന്ന പോലെ. നമ്മുടെ നാട്ടിൻപുറത്ത് നാരായണ കൃഷ്ണാട്ടൻ കല്യാണി യൂസഫ് ഒക്കെ നമ്മുടെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ നാട്ടിലത്തെ ചെറുപ്പക്കാർക്ക് അറിയും. അപ്പൊ അതൊക്കെ ഇപ്പോൾ ഞാൻ തുറന്നു കൊണ്ടുപോകും. ഞാൻ നാട്ടിൻപുറത്ത് ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും അറിയാം അടക്ക് നടക്കുന്നുണ്ടാവും. എറണാകുളം താമസമില്ല, ഒരു ദിവസം ഗ്യാപ്പ് കിട്ടിയാൽ ഞാൻ നാട്ടിലേക്ക് വരും. അവിടെ എല്ലാവർക്കും നടക്കണം, എല്ലാം പോകണം. കയ്യൂരുമ പാലത്തിലെല്ലാം നടക്കുന്ന കുറെ ഫോട്ടോസ് എൻ്റെ സ്റ്റാറ്റസ് ഒക്കെ എപ്പോഴും ഉണ്ടാവുന്നത്. അത് എല്ലാ ദിവസവും അതിലെ പോകും. ഇതൊക്കെ ഇഷ്ടമാണ്, ഒരു ആഗ്രഹം. യാത്രയിൽ അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. എന്താ സന്തോഷം. ഇപ്പൊ കുറച്ച് സിനിമ ചെയ്യുന്നുണ്ട്. നമ്മുടെ മരണമാസ് പറഞ്ഞൊരു സിനിമയാണ്, ബേസിൽ ജോസഫ് നായകനായ പടം. ഇപ്പൊ ടോവിനോന്റെ ആ പടത്തിൽ ചെറിയൊരു വേഷമുണ്ട്, മറ്റേ AR റഹ്മാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് റിലീസായ പടമുണ്ട്. ഇന്ന് ഷിനിഗാമ ഇന്നാണ് റിലീസ്. ഇന്ദ്രൻ ചേട്ടനും ജാഫർ ഇടുക്കിയും പ്രധാന വേഷം, അതിലൊരു വേഷമുണ്ട്. അത് ഇന്ന് റിലീസാകും. അപ്പൊ ഈ മാസം 29 റിലീസാകുന്നൊരു ചിത്തിനി 2, അടുത്ത മാസം 4-ാം തീയതി ഇറങ്ങുന്ന ഒരു കെട്ടിൽ ഒരു മുറി. അങ്ങനെ കുറെ സിനിമകൾ കുഞ്ഞു വേഷങ്ങളും ചെയ്തു പോകുന്ന ഒരു സാധാരണ നാട്ടും പുറത്തെ നിങ്ങളോടൊപ്പം ഇല്ലേ ഒരു കലാകാരനാണ്. നിങ്ങളുടെ സ്നേഹത്തിന് ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? നമ്മളെ ഒന്നിച്ച് അഭിനയിച്ച നമ്മളെ പ്രിയപ്പെട്ട ഇവിടെ ഉണ്ടെന്നില്ല കാര്യം ഞാൻ അറിഞ്ഞിനി. അപ്പോൾ അല്ലേ നമ്മൾ ഒന്നിച്ച് അഭിനയിച്ചാണ് ഫസീന അല്ലേ?
ഫസീനെ നമ്മളെ ഒന്നിച്ച് അഭിനയിച്ചിട്ട് ഒരുപാട് സൗഹൃദങ്ങൾ ഇപ്പൊ നമ്മൾ ഒന്നിച്ച വെച്ച് വേറെ ആളുണ്ട് നമ്മൾ അങ്ങനെ ഏറെ സ്നേഹം പ്രിയപ്പെട്ടവരെ നമ്മൾ രാജീവന്റെയും അല്ലെങ്കിൽ നമ്മളെ പ്രിയപ്പെട്ട സംഘാടകരോടൊക്കെ സ്നേഹത്തിന് ഒരുപാട് നന്ദി. പ്രവാസികൾ ഏറെ സ്നേഹമാണ്. നമ്മളെപ്പോഴും നമ്മളെ പരിപാടികളൊക്കെ മറുപാലം കണ്ടിട്ട് കമന്റ് തരുന്ന ആൾക്കാരൊക്കെ പിന്നെ കമന്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നിങ്ങളാണ്. അല്ലെങ്കിൽ നമ്മളെല്ലാം സപ്പോർട്ട്. ഇപ്പൊ മറിവായെന്ന ടീം നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അങ്ങനെ അവരുടെ അഭിനയം കണ്ടിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലെങ്കിൽ നിയാസ് ബക്കറും മണിയാട്ടും സ്നേഹയായാലും റിയാസ് കയാലും എല്ലാവരും സലീം കയാലും എല്ലാവരും ഭയങ്കര ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എൻ്റെ അക്കാഡമിക് അവരാണ്. അല്ല ഞാൻ അവിടെ എത്തിയിട്ട് അവരോടൊപ്പം നിന്ന് സംസാരിക്കാൻ പറ്റുമ്പോൾ നമുക്ക് ഊർജ്ജം കിട്ടുന്നത്. അല്ലെങ്കിൽ അവരെ കൂടെ കൂടിച്ചേരുമ്പോഴാണ് നമ്മൾ അഭിനേതാവായി പോയത്. അല്ലാണ്ട് ഞാനൊരു ആക്ടർ എന്ന രീതിയിലൊന്നും ആയോ പൂർണ്ണനൊന്നും അല്ലേ അല്ല. അവരൊക്കെ നിൽക്കുമ്പോൾ അവര് നമുക്ക് ഭയങ്കര സപ്പോർട്ടിങ് ആണ്. മറിമായെന്നൊരു കുടുംബമാണ്. അല്ലെ അവര് ഭയങ്കര സ്നേഹമാണ്. അവരവർ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നിയാസ്കൊക്കെ വിളിച്ചു, ഉണ്ണിയല്ലോ ഓക്കെ അല്ലടാ, പോയി വന്നതൊക്കെ ഓക്കെ അല്ലേ, പിന്നെ അങ്ങനെയൊക്കെ ഏറെ സ്നേഹം. പ്രിയപ്പെട്ടവരെ ഏറെ സന്തോഷം. എന്നാ പറയേണ്ടതില്ല, കൂടുതലൊന്നും പറയുന്നില്ല. ബാക്കി കാര്യങ്ങൾ ഉഷാറാവട്ടെ, അടിപൊളിയായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. ഏറെ സ്നേഹം ഇത്രയും പറയുന്നില്ല. ഈ പരിപാടി